നോക്കുന്നേ? ഞാൻ തുളസിയല്ല, ആതിരയാ. അതിന് ഞാൻ തുളസിയെ മാത്രമേ നോക്കുന്നുണ്ടോ? കാണാൻ അഴകുള്ള ആരെയും ഞാൻ നോക്കും. അതൊക്കെ പറ ആദ്യേട്ടാ. ആന്റി അങ്ങളും കേട്ട എന്ത് വിചാരിക്കും? ആരെന്ത് വേണമെങ്കിലും വിചാരിച്ചോട്ടെ, ഞാൻ നിന്നെ നോക്കും. കണ്ട് കൊതി തീരുന്നവരെ. ആദ്യേട്ടൻ ഇപ്പൊ തന്നെ നല്ല ഫോമില. കിടക്കാൻ നോക്ക്. വാ. നീ പോണ്ട. വീട് ആദ്യേട്ടാ. ഞാനല്ലേ പറഞ്ഞത് പോണ്ടെന്ന്. ആദ്യേട്ടന് തുളസി ഉള്ളതല്ലേ, പിന്നെന്തിനാ ഞാൻ? എനിക്കിനി നിന്നെ മതി, നിന്നെ മാത്രം. ആദ്യേട്ടാ. ഇനി നീ മിണ്ടിപ്പോവരുത്. മതി നിന്റെ കഥകളൊക്കെ. കഥ പറയാൻ നീ എന്ന് ഇത്ര മിടിക്കായത്? കുഞ്ഞുനാൾ മുതൽ കാണുന്നതാ ഞാൻ എന്റെ ആദ്യമോനെ. അവനൊരിക്കലും തെറ്റിന്റെ വഴിയെ പോവില്ല. അവനതിന് കഴിയില്ല. അങ്ങനെ ആകില്ലെന്ന് ആന്റി കരുതിയല്ലേ നന്ദിയുണ്ട്. ആ നന്ദി കൊണ്ട് ഞാൻ പറയാ, എനിക്ക് ആദ്യേട്ടനെ വേണം. ആന്റിയുടെ മോള് തുളസിക്ക് വേറെ ചെറുപ്പക്കാരെ പറഞ്ഞാൽ കിട്ടുമല്ലോ. തൽക്കാലം ആന്റി ആദ്യേട്ടനെ അങ്ങ് മറന്നേക്ക്. എന്നെ ആദ്യേട്ടനെ ഞങ്ങളുടെ വഴിക്ക് വിട്ടേക്ക്. ഇല്ലടി, ഒരു പെണ്ണും പറയാത്ത ഇല്ലാ കഥ മെനഞ്ഞ് നല്ലവനായ എന്റെ മോന്റെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ നിന്നെ ഞാൻ സമ്മതിക്കില്ല. നിന്നെ കൊന്നിട്ടായാലും എന്റെ മോനെ ഞാൻ രക്ഷിക്കും. ഞാൻ ദുർഗാന്റി ഒന്ന് കാണട്ടെ. പ്രിയാന്റി പറഞ്ഞതൊക്കെ ഞാൻ പറയും. ആദ്യേട്ടൻ പ്രിയാന്റിയുടെ മകനാണല്ലേ? ആദ്യേട്ടനെ സ്വന്തം മകനെ പോലെ കാണാനും കരുതാനും ആന്റിക്ക് പോലും കഴിഞ്ഞില്ലേ? അത് തന്നെ എന്റെയും അവസ്ഥ. ആദ്യേട്ടനെ ഞാൻ ഒരുപാട് ഇഷ്ടപ്പെട്ടു പോയി. ആ ഇഷ്ടം ആദ്യേട്ടൻ ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ല. അതുകൊണ്ട് ഞാൻ ഉണ്ടാക്കിയ കള്ളക്കഥകളായി പറഞ്ഞതൊക്കെ. ആദ്യേട്ടനെ എന്റെ ജീവിതത്തിന്റെ ഭാഗമാക്കാൻ വേണ്ടി ഞാൻ എന്തും ചെയ്യും. നീ എന്താ എന്നെ കുറിച്ച് കരുതിയത്? ആതിരയുടെ കെട്ടുകഥകളെ വിശ്വസിച്ച് നിന്നെ ഞാൻ വെറുക്കുന്നോ? ആതിര അല്ലടാ ഞാൻ തുളസിയാ. കുഞ്ഞുനാള് മുതല് കണ്ടും കേട്ടും അറിഞ്ഞ് സ്നേഹിച്ചതാ ഞാൻ. ഇന്നലെ കയറി വന്ന ഒരു പെണ്ണിന്റെ വാക്കും പ്രവൃത്തിയും കണ്ട് വിശ്വസിച്ച് ഒരു ദിവസം കൊണ്ട് എനിക്കിഷ്ടപ്പെട്ട ആളെ മനസ്സിൽ നിന്ന് കളയുന്ന ഒരു പൊട്ടിപ്പെണ്ണല്ല ഞാൻ. തുളസി, ഞാൻ പ്രിയാന്റിയുടെ മുന്നില് ആകെ ഉത്തരം മുട്ടി നാണം കെട്ടുപോയി. പ്രിയാന്റി അല്ല, എന്റെ അമ്മയ്ക്ക് അമ്മയുടെ സ്വന്തം മകളായ എന്നോട് പോലും ഇല്ലാത്തൊരു ഇഷ്ടമാണ് നിന്നോട്. ഞാൻ തന്നെ പലപ്പോഴും അമ്മയോട് ചോദിച്ചിട്ടുണ്ട്, അമ്മയുടെ മകളായി ഞാനല്ല ജനിക്കേണ്ടിയിരുന്നതെന്ന്. അതെ, നീ എന്റെ അമ്മയുടെ മകനാ വേണ്ടിയിരുന്ന. എന്റെ അമ്മ എന്നെ ഒരുപാട് സ്നേഹിച്ചാ വളർത്തിയത്. എന്നാലും പ്രിയാന്റിയെ കാണുമ്പോ, എന്നോട് സംസാരിക്കുമ്പോ എന്തോ ഒരു ആത്മബന്ധം എന്നും എനിക്ക് തോന്നിയിട്ടുണ്ട്. പ്രിയാന്റി ആയിരുന്നു എന്റെ അമ്മയെന്ന് ഞാൻ ആശിച്ചിട്ടുണ്ട്. ആ, ഒരിക്കലും അങ്ങനെ ആവരുത്. അങ്ങനെ ആയാലേ നീ എന്റെ സഹോദരനല്ലേ ആവുള്ളൂ. നീ ദുർഗാമ്മയുടെ മകനും ഞാൻ പ്രിയാമ്മയുടെ മകളും ആയതുകൊണ്ടല്ലേ എനിക്ക് നിന്നോടും നിനക്ക് എന്നോടും ഇഷ്ടം തോന്നിയത്. ആതിരയോട് വെറുപ്പൊന്നും തോന്നണ്ട. നിന്നെ പോലെ നല്ലവനായ ഒരുത്തനെ ഏതൊരു പെൺകുട്ടി ഇഷ്ടപ്പെട്ടു പോവും. അതെ, ചിരിച്ചു വല്ലാതെ അഹങ്കരിക്കൊന്നും വേണ്ട.
മോളിനെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല. നീയേ എനിക്കുള്ളതാ, ഞാൻ നിനക്കുള്ളതും. മനസ്സിലായല്ലോ? തുളസിമോൾ അത്രയും പ്രായമുള്ളെങ്കിലും ആതിര അവള് ചെയ്തികൾ അത് വലുതാ. എനിക്കതിന് എന്ത് ചെയ്യാൻ പറ്റും പ്രിയ? തല്ലുകൊല്ലാൻ കഴിയോ? അവളെ പെരുവഴിയിൽ ഇറക്കി വിടാൻ പറ്റുമോ? തല്ലിക്കൊല്ലണമെന്നോ പെരുവഴിയിൽ ഇറക്കി വിടണമെന്നൊന്നും ഞാൻ പറഞ്ഞില്ല. പക്ഷേ ഏട്ടൻ വിചാരിച്ച അവളെ നിലയ്ക്ക് നിർത്താൻ കഴിയും. അല്പം മുൻപ് നട്ടാ കുരുക്കാത്ത നുണയോ അവൾ ആദ്യമോനെ പറ്റി എന്നോട് പറഞ്ഞത്. ഞാനായതുകൊണ്ട് അത് വിശ്വസിച്ചില്ല. ദുർഗേച്ചായിരുന്നെങ്കിലോ? അവൾ എന്തു നുണയാ ആദ്യം പറ്റി പറഞ്ഞത്? ഒരമ്മയും കേൾക്കാൻ ആഗ്രഹിക്കാത്ത കാര്യം. ആദ്യമോൻ അവളെ വേണ്ട, ഞാനതെന്റെ നാവ് കൊണ്ട് പറയുന്നില്ല. ഏട്ട, ഒരിക്കൽ എത്ര സന്തോഷമുള്ള വീടായിരുന്നു ഇത്. ആ സന്തോഷം എക്കാലവും നിലനിൽക്കാൻ എന്റെ ആത്മാവിനെ വരെ പാഴപ്പെടുത്തേണ്ടി വന്നവളാ ഞാൻ. എന്തിന്റെ പേരിലാണെങ്കിലും എന്റെ ആദ്യമോന്റെ മനസ്സിനെ വേദനിപ്പിക്കുന്ന ഒന്നും എനിക്കിനി സഹിക്കില്ല. നീ ഒരു പെണ്ണ. നീ പഠിച്ചതും വളർന്നതുമായ നാടല്ല ഇത്. ഇവിടെ ചില നിയമങ്ങളൊക്കെ ഉണ്ട്. അത് പെണ്ണിന് അനുകൂലമായ നാടാണിത്. നീ പറഞ്ഞല്ലോ ആദ്യം നിന്നെ ഒരുപാട് ഉപദ്രവിച്ചു വന്ന്. ആ പോയിന്റ് വെച്ച് മുന്നോട്ട് പോയാൽ മതി. ആദ്യം അകത്താവും. അത് ചെയ്തുകൂടെ നിനക്ക്? ആദ്യേട്ടൻ അകത്താവുകയല്ല എന്റെ ലക്ഷ്യം. ആദ്യേട്ടനെ എനിക്ക് കിട്ടണം, അതാ എനിക്ക് വേണ്ടത്. അത് തീരുമാനിക്കേണ്ടത് താനല്ല, ആദിയാണ്. ആദി അന്നും ഇന്നും തുളസിക്ക് അടിമയാണ്. തുളസിയെ ആദിയുടെ മനസ്സിൽ നിന്ന് തൂത്തു മാറ്റാൻ കഴിയാത്ത കാലം വരെ താൻ ഈ മോഹം വെച്ച് നടക്കുന്നത് പരമ വിഡ്ഢിത്തമാണ്. തുളസിയെ ആദ്യേട്ടൻ മനസ്സിൽ നിന്ന് ഉപേക്ഷിക്കാൻ പറയാൻ എന്റെ മുന്നിൽ ഇനി ഒരു മാർഗവുമില്ല. പക്ഷേ ഇതെന്റെ റിവെഞ്ചാ. ഞാൻ കൊതിച്ചതും ആശിച്ചതുവേ നടക്കാവൂ. ഞാനൊന്ന് മോഹിച്ചതാ അവളെ, ആ തുളസിയെ. അവളെ എന്ത് ചെയ്യണമെന്ന് എനിക്ക് നന്നായിട്ടറിയാം. അത് ഞാൻ ചെയ്തിരിക്കും. ഒരിക്കൽ നിന്റെ ആന്റി ദുർഗാമ്മ ഒരുപാട് മോഹിപ്പിച്ച് കൊതിപ്പിച്ചത് തന്നെ വെറും ഒരു വെള്ളക്കടലാസിൽ ആദ്യം നിന്നെ പീഡിപ്പിച്ചതായി ഒന്ന് എഴുതി ഒപ്പിട്ട് തരാൻ നീ തയ്യാറാണോ? എങ്കിൽ ഞാൻ നിന്റെ കൂടെ നിൽക്കാം. അല്ലെങ്കിൽ എല്ലാം ഇവിടെ അവസാനിപ്പിക്കാം. ഞാൻ അങ്ങോട്ട് വിളിക്കാം. എന്താ അമ്മേ ഡോക്ടർ പറഞ്ഞത്? ഇല്ല, നമ്മളിവിടേക്ക് വന്ന കാര്യം ചോദിച്ചതാ. ഒരു കണക്കിന് കഷ്ടായിപ്പോയി. ഡോക്ടറോട് ഒന്നിരുന്ന് സംസാരിക്കാൻ കൂടി സമയം കിട്ടിയില്ല. അതിനൊക്കെ ഇനി സമയമുണ്ടല്ലോ. ഞങ്ങൾ ഇറങ്ങേട്ട. ഏട്ടൻ വരാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. നീ ഇതെങ്ങോട്ടാ? ബാക്ക് ആയിട്ട് എങ്ങോട്ടെങ്കിലും. നിങ്ങളൊക്കെ കൂടി പറഞ്ഞോണ്ടാ ഞാൻ അവളോട് ക്ഷമിച്ചത്.
ഇപ്പൊ എന്റെ ഫോണിലേക്ക് തുരുതരം മെസ്സേജ് അയച്ചോണ്ടിരിക്കുക. ആര്? ആതിരയോ? പിന്നല്ലാതാരാ? അതിന് നീ എന്തിനാ പോകുന്നത്? അവളല്ലേ പോവേണ്ടത്? അവളെ ഇറക്കി വിടാനേ അച്ഛനമ്മയ്ക്കൊന്നും ഇഷ്ടമല്ലല്ലോ. ഇവർക്കൊക്കെ വലുതേ മോനായ എന്നെക്കാളും എന്നെ ദ്രോഹിക്കുന്ന അവളല്ലേ. അവളിവിടെ സുഖമായിട്ട് ജീവിക്കട്ടെ. അതി, നീ ഇത്രേ ഉള്ളോ അവളെ പേടിച്ച് നാട് വിടാനായിട്ട്? ഞാനിവിടെ നിന്നാലേ അവളെ കൊല്ലേണ്ടി വരും. അത് മതിയോ നിങ്ങൾക്കൊക്കെ? അതെ, നീ ഒരിടത്തേക്കും പോകുന്നില്ല. ഇത് നിന്റെ വീടാ. ആതിര, അവളുടെ കാര്യം നീ ഞങ്ങൾക്ക് വിട്ടേക്ക്. മാമനെ ഓർത്തിട്ടാ. അല്ലായിരുന്നെങ്കിൽ ഏട്ടും കേൾക്കുന്നില്ല ഇതൊന്നും. ആദ്യയുടെ മനസ്സ് വേദനിപ്പിച്ചിട്ട് ഒരുത്തെ ഇവിടെ കയറ്റി താമസിപ്പിക്കണ്ട. പ്രിയെ, ഞാൻ പറയുന്നൊന്ന് കേക്ക്. ഇതിന്റെ പിന്നിൽ ആരോ കളിക്കുന്നുണ്ട്. അല്ലാതെ ആതിരയ്ക്ക് ഒറ്റയ്ക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അവളെ മുന്നിൽ നിർത്തി ആരോ കളിപ്പിക്കുന്ന. ആരെ കളിപ്പിക്കുന്നു എന്ന് ഏട്ടൻ പറയുന്നത്? അത് കണ്ടുപിടിക്കണം. അതിന് ഇവന് ഈ വീട്ടിൽ തന്നെ ഉണ്ടാവണം. ഇവിടെ എനിക്കൊരു അല്പം സമയം എന്താ? മോനെ, അച്ഛൻ പറയുന്നത് അനുസരിക്കടാ. നീ ഒറ്റയ്ക്ക് ഒരു സങ്കടവും താങ്ങണ്ട. ഞങ്ങളൊക്കെ ഉണ്ട് നിന്റെ കൂടെ. ഇനിയും ഞങ്ങളൊക്കെ വിഷമിപ്പിച്ചിട്ട് നിനക്ക് പോണെങ്കിൽ പോയിക്കോ. നിനക്കറിയോ, ഈ നേരം കൊണ്ട് എന്റെ എത്ര ഫ്രണ്ട്സാ അവളുടെ പോസ്റ്റും കണ്ട് എന്നെ വിളിച്ചേന്നോ? എല്ലാവരെയും ചിരിച്ചോണ്ടാ ഞാൻ നേരിട്ടോണ്ടിരിക്കുന്നത്. അതൊക്കെ നീ എന്റെ കൂടെ ഉണ്ടെന്നുള്ള വിശ്വാസം കൊണ്ടാ. ആ വിശ്വാസം ഞങ്ങൾക്കൊക്കെ ഉണ്ട് മോനെ. നിങ്ങൾക്കൊക്കെ വേണ്ടിട്ടേ ഞാൻ സഹിച്ചോളാം അവളെ. ഏട്ടാ, നിങ്ങൾ ഇറങ്ങിക്കും. എന്തുപറ്റി? ഇവൻ പണി മുടക്കി രാവിലെ? അരമണിക്കൂറിലധികമായി ഞാനിത് സ്റ്റാർട്ടാക്കാൻ നോക്കുന്നു. ഒരു രക്ഷയുമില്ല. ഈ പാട്ട വണ്ടി ഒഴിവാക്കണമെന്ന് ഞാൻ നിന്നോട് പറയണമെന്ന് വിചാരിച്ചിരിക്കുന്നു. അയ്യോ, പാട്ട വണ്ടിയോ? ഇതോ? പിന്നല്ലാതെ. പാവോ ഇത്. ഞാൻ മാമനെ കാണാൻ വരുന്ന ഈ വണ്ടിയിലല്ലേ? പിന്നെ എന്നെ എവിടെയല്ലേ ഇവൻ കൊണ്ടുപോകുന്നുണ്ട്. ഒരു വർക്ക്ഷോപ്പിലെ ഡോക്ടറെ കാണിച്ചാ മാറാവുന്ന രോഗം ഇവനുള്ളൂ. നിനക്ക് തൽക്കാലം എവിടെയാ പോണ്ടെന്ന് പറ, ഞാൻ കൊണ്ടുവിടാം. ഏയ് വേണ്ട മാമ, ഞാനേ വർക്ക്ഷോപ്പിൽ വിളിച്ച് ആരോടെങ്കിലും വരാൻ പറയാം. എടി, സ്റ്റേഷനിൽ നിന്ന് ആരെങ്കിലും വിട്ട് വണ്ടി എടുപ്പിക്കാം. നീ വണ്ടി കേറ്. ഒന്നുകൂടെ നോക്കട്ടെ. നീ ഒന്നും ഇവിടെ വെക്കുന്നുണ്ടോ? വേർത്ത് കുളിച്ചല്ലോ. ഏയ്, ഞാൻ ഇത്തിരി വേർത്താലും കുഴപ്പമൊന്നുമില്ല. എനിക്ക് ഓഫീസിൽ പോകാൻ സമയം. നീ വന്ന് വണ്ടി കേറ്. ഞാനൊന്ന് നന്നാക്കാൻ പറ്റുമോ നോക്കട്ടെ. ഒന്നുകൂടെ നോക്കൂ. നീ ഒന്ന് ഒഴിവാക്ക്, എന്നിട്ട് പുതിയ ഒരെണ്ണം വാങ്ങിക്കും. അയ്യോ, ഇത് ഒഴിവാക്കാനോ? അത് മാത്രം പറയരുത്. ഇതെന്റെ ജീവിതത്തിന്റെ ഒരു ഭാഗമാണ്. ജീവിതത്തിന്റെ ഭാഗമോ? ആ, ജീവിതത്തിന്റെ ഭാഗമായ പലരും ഉണ്ടാവില്ലേ നമുക്ക്? അവരെയൊക്കെ പെട്ടെന്ന് ഒഴിവാക്കാൻ പറയാൻ പറ്റില്ലല്ലോ. അതെ മാഷേ, എന്നെ കൊണ്ടുവിടാന്ന് പറഞ്ഞിട്ട് നടു റോഡിൽ ആലോചിച്ച് നിൽക്കുക. സോറി, വാ വാ. ആ ഹെൽമെറ്റ് എടുത്തേക്കാം. ഹെൽമെറ്റ് എടുത്തു? ആ, എടുത്തു.
എവിടായിരുന്നു രണ്ടുപേരും? ഞാൻ എത്ര നേരമായി വന്നിട്ട്? ഒരു കോഫി എടുത്തു തരാൻ പോലും ഇവിടെ ആളില്ല. പ്രസാദേട്ടൻ ഒരുപാട് ക്ഷീണിച്ചു കാണുമല്ലേ? എന്താന്നറിയില്ല, നല്ല ക്ഷീണം. ഞങ്ങള് തുളസിയുടെ വീട്ടിൽ പോയതാ അങ്കിൾ. എന്താ വിശേഷിച്ച്? ഒരു വിശേഷം ഉണ്ടായിരുന്നു. അവളെ ഒരു സ്കൂട്ടർ വാങ്ങിച്ചു. അതൊന്ന് കാണാൻ വേണ്ടി പോയതാ. അതെ, തുളസി പുതിയ സ്കൂട്ടറൊക്കെ വാങ്ങിച്ചോ? ഞാൻ അറിഞ്ഞില്ല. പ്രസാദേട്ടൻ അറിയാതിരിക്കില്ലല്ലോ. വാങ്ങിക്കൊടുത്ത ആൾ എന്തായാലും അതിനെക്കുറിച്ച് അറിയാതിരിക്കാൻ സാധ്യതയില്ല. അല്ല, വാങ്ങിക്കൊടുക്കാനോ? ആര്? പ്രസാദങ്ങളല്ലേ തുളസിക്ക് സ്കൂട്ടർ ഗിഫ്റ്റ് നൽകിയത്? ഞാനോ? എന്തിന്? അതെ, അത് തന്നെയാ എനിക്കും അറിയേണ്ടത്. ഇപ്പോഴത്തെ ഈ ഗിഫ്റ്റിന്റെ ഉദ്ദേശം എന്താ? നിങ്ങളോട് ആരായി പറഞ്ഞത് ഞാൻ അവൾക്ക് സ്കൂട്ടർ വാങ്ങിച്ചു കൊടുത്തു? അവള് തന്നെയാ പറഞ്ഞത്. ആര്? തുളസിയോ? അതെ. ഞാൻ അവൾക്കൊന്നും വാങ്ങിച്ചു കൊടുത്തിട്ടില്ല. പ്രസാദേട്ടാ, എനിക്ക് പ്രസാദേട്ടന്റെ ബാങ്ക് ട്രാൻസാക്ഷൻ ഒന്ന് ചെക്ക് ചെയ്യണം. തനിക്കെന്താ എന്നെ അത്രയ്ക്ക് വിശ്വാസമില്ലേ? ജയനും തുളസിക്കും ആ വീട്ടില് വണ്ടികളുണ്ട്. ഇപ്പോഴത്തെ ഈ സാമ്പത്തിക ഞെരുക്കത്തിന്റെ ഇടയില് അവര് പുതിയൊരു വണ്ടി കൂടി വാങ്ങിക്കില്ല, അതും ലോണില്. എന്തിനാ പ്രസാദേട്ട എന്നോട് കള്ളം പറയുന്നത്? ബാങ്ക് ട്രാൻസാക്ഷൻ കാണിക്കാൻ പറയാ ആന്റി. പ്രസാദേട്ടനെ ഫോൺ എടുക്ക്, എന്നിട്ട് ആ ബാങ്ക് ട്രാൻസാക്ഷൻ ഒന്ന് കാണിക്കും. കഴിഞ്ഞ ദിവസമെങ്ങാനും പ്രസാദേട്ടന്റെ അക്കൗണ്ടിൽ നിന്ന് ക്യാഷ് പോയിട്ടുണ്ടോ എന്ന് നമുക്കറിയാലോ. അത് കാണിക്കാം അങ്കിളെ. വേഗം ആവട്ടെ. അല്ല, ഇതിന്റെ എന്തേ ലോക്കേ ഇങ്ങതാ, ഞാനെടുത്തു തരാം. അല്ല, ഇങ്ങെടുത്തേ. കിട്ടി, കുഴപ്പമില്ല. കിട്ടിയോ? ചേട്ടാ, അതെ, എന്തായാലും നീ പറഞ്ഞതും കാണിച്ചതൊന്നും ദുർഗിച്ച് വിശ്വസിച്ചു കാണുന്ന എനിക്ക് തോന്നുന്നില്ല. വിശ്വസിക്കാതെ പിന്നെ വിശ്വസിച്ച് ശ്വാസം മുട്ടിയിട്ടാ ഇവിടെ നിന്ന് അമ്മയുടെ നാത്തൂൻ പോയത്, അല്ലേ അച്ഛാ? പിന്നല്ലാതെ. പക്ഷേ പ്രസ വീട്ടിലെത്തിയാൽ ദുർഗേച്ചിയുടെ വക ചോദ്യം ചെയ്യലുണ്ടാവും. ദിവസവും പ്രസാദേട്ടനെ എന്തെങ്കിലും പറഞ്ഞ് വിഷമിപ്പിച്ചില്ലെങ്കിൽ എന്റെ നാത്തൂന് ഉറക്കം വരില്ല. എന്താണ്? മാമ ശരിക്കും എന്നെ ഞെട്ടിച്ചു കളഞ്ഞു. സമ്മതിച്ചല്ലോ. അങ്ങനെ ഒരാളുടെ മുമ്പിലെങ്കിലും മാമന്റെ അടയ്ക്കൊരു ഞെട്ടിയല്ലോ. ഇഷ്ടായോ? ഒരുപാട് ഇഷ്ടായി. പക്ഷേ ഇതിന്റെ പേരിൽ ചോദ്യം ചെയ്യാനേ ഒരാളിവിടെ വന്നിരുന്നു. അത് ഞാൻ അറിഞ്ഞു. എന്തിനാ പ്രസ വണ്ടി വാങ്ങിക്കാൻ പോയത്? തുളസിയുടെ വണ്ടിക്ക് അത്ര വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അതിനൊരു കുഴപ്പമില്ലെന്ന് ഞാൻ മാമനോട് പറഞ്ഞതല്ലേ. പിന്നെ എന്തിനാ വെറുതെ ദുർഗാമ്മയെ കൊണ്ട് പറയിപ്പിക്കാൻ? എടി, അവൾ എന്ത് വേണേ പറഞ്ഞോട്ടെ. അതെ, അതൊന്നും ഈ മാമന്റെ അടയ്ക്കുരുവി കാര്യമാക്കണ്ട. എന്നെ എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ, അതിന്റെ പേരിൽ മാമനെ വിഷമിപ്പിക്കും. അതാ എന്റെ സങ്കടം. അതൊക്കെ പോട്ടെ, നീ ഓടിച്ചു നോക്കിയില്ലേ? അതിന് ഉദ്ഘാടനം കഴിയണ്ടേ? അങ്ങനെ ഒരു ചടങ്ങുണ്ടോ? ശരി, ആരാ ഉദ്ഘാടനം? നോക്കട്ടെ, ഒരു ഉഗ്രം ഗസ്റ്റിനെ തന്നെ അതിനു വേണ്ടി കിട്ടണം. ദുർഗയ്ക്ക് നല്ല സംശയമുണ്ട്. വണ്ടി വാങ്ങിച്ചു കൊടുത്തത് ഞാനാണെന്ന് അവൾ എങ്ങനെ അറിഞ്ഞിട്ടുമുണ്ട്. അതിന്റെ പേരിൽ ഏട്ടനെ വഴക്കുമെല്ലാം പറഞ്ഞു കാണുമല്ലേ? എന്നോട് കുറെ ചോദിച്ചു, ഞാൻ സമ്മതിച്ചു കൊടുത്തില്ല. ഇവിടെ വന്ന് ചോദിച്ചപ്പോ തുളസിമോൾ എന്റെ പഴയ വണ്ടിയുടെ EMI അടച്ച കടലാസ് കാണിച്ചു കൊടുത്തു. അത് പുതിയ വണ്ടിയുടേതാണെന്ന് വിശ്വസിച്ച് പോയതാണല്ലോ. ദുർഗേച്ചിക്ക് പിന്നെ എന്തു പറ്റി? അല്ല, അവൾക്ക് വിഷം കുത്തി വെച്ച് കൊടുക്കാൻ വേണ്ടിട്ടേ അവള് തന്നെ 1-2 പാല് കൊടുത്ത് വളർത്തുന്നുണ്ടല്ലോ. എന്തായാലും ദുർഗാമ്മയ്ക്ക് സംശയമുള്ള സ്ഥിതിക്ക് നമ്മൾ നല്ലപോലെ സൂക്ഷിക്കണം. സൂക്ഷിക്കണം. തുളസി പഴയ EMI ബില്ല് കാണിച്ചേ ദുർഗയുടെ മുമ്പിൽ നിന്ന് രക്ഷപ്പെട്ടതുപോലെ അവളുടെ ചോദ്യങ്ങൾക്ക് മുമ്പിൽ പിടിച്ചു നിൽക്കാൻ പറ്റാണ്ടായപ്പോ ഞാൻ നെഞ്ചുവേദന അഭിനയിച്ച് രക്ഷപ്പെട്ടതാ. അല്ലാതെ വേറെ നിവൃത്തിയില്ലല്ലോ. ദുർഗേച്ചിക്ക് ഈ കാര്യത്തിൽ സംശയം തീരാത്ത സ്ഥിതിക്ക് നമ്മൾ മറ്റെന്തെങ്കിലും ചെയ്തേ പറ്റൂ. മറ്റെന്ത് ചെയ്യാനാ? ഒരു കാര്യം ചെയ്യാം.
ഈ വണ്ടിയുടെ പേരിൽ ദുർഗാമ്മ ഇനി ഒരു വഴക്കിന് വരരുത്. ദുർഗാമ്മയെ വിശ്വസിപ്പിക്കാൻ വേണ്ടി ഈ വണ്ടിയുടെ മുകളിൽ നമുക്ക് അച്ഛന്റെ സമ്മാനം എഴുതി വെക്കാം. എടുത്തോ. അതൊന്നും വേണ്ട. എന്നാ പിന്നെ വേണ്ട അല്ലേ? ഒരു ഫോട്ടോ എടുക്കല്ലേ? മോളെ, അമ്മയുടെ തോളിൽ കൈവച്ചേ. അല്ല, ദുർഗാമ്മയുടെ തോളിൽ കൈവയ്ക്കാനേ. റെഡി? ചിരിച്ച്. ഓക്കേ. ഒരു പ്രാർത്ഥനയൊക്കെ ആവാം. ഒരപകടവും കൂടാതെ ഒരുപാട് കാലം തുളസിക്ക് വാഹനം ഉപയോഗിക്കാൻ കഴിയട്ടെ. ഇത് പ്രാർത്ഥനയല്ല, അനുഗ്രഹമാ. അതെ, എന്റെ തുളസിമോളുടെ ഭാഗ്യം. എന്റെ ജോലി കഴിഞ്ഞു, ഞാൻ പോവാ. അയ്യോ, പോവാൻ വരട്ടെ. ഇനി എന്താ? മാമനും ദുർഗാമ്മയും ഈ വണ്ടിയിരുന്ന് യാത്ര ചെയ്യുന്നത് പോലെ ഒരു ഫോട്ടോ എടുക്കണം. അതെന്തിനാ? ഇത് നിന്റെ അച്ഛൻ നിനക്ക് വാങ്ങിച്ചെന്ന സമ്മാനം. അത് നീ വെണ്ടയ്ക്ക അക്ഷരത്തിൽ വണ്ടിയിൽ എഴുതി ഒട്ടിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനി നീ നിന്റെ അച്ഛനും കൂടി വണ്ടി ഓടിക്കോ എവിടെയെങ്കിലും യാത്ര ചെയ്യോ എന്താന്ന് വെച്ചാ ചെയ്യും. എടോ, അവളൊരു ആഗ്രഹമല്ലേ, നമുക്കൊന്ന് ഇരുന്ന് കൊടുക്കാം. ചേട്ടൻ എന്താ ഒന്നും ഓർക്കാതെ സംസാരിക്കുന്നേ? അത് സത്യം പറഞ്ഞ പ്രസയും തുളസിയും ദുർഗേച്ചിയും ഒരുമിച്ച് നിൽക്കുന്ന ഫോട്ടോ കണ്ടപ്പോ ഞാനെല്ലാം മറന്നുപോയി. എത്ര സന്തോഷത്തോടെ അവര് നിൽക്കുന്നത്. ശരിക്കും ഒരു ഫാമിലി ഫോട്ടോ തന്നെ. ചേട്ടൻ അങ്ങനെ പറഞ്ഞത് അവൾക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല. എന്നെങ്കിലും ഒരു ദിവസം അവള് സത്യം അറിയില്ലേ? ആ ദിവസത്തെ ഓർമ്മപ്പെടുത്തല്ലേ ചേട്ടൻ? എനിക്ക് പേടിയാ അത് ഓർക്കാൻ പോലും. വരാനിരിക്കുന്നത് പേടിപ്പെടുത്തുന്ന ദിവസങ്ങളാണല്ലോ അല്ലേ? ഈശ്വര, എല്ലാം മഞ്ഞു പോലെ ഉരുകിത്തീരണേ. ഉരുകിത്തീരും. നീ ധൈര്യമായിട്ടിരിക്കെ. ആദ്യം തുളസിയും ഇപ്പൊ പഴയതുപോലല്ല, ഭയങ്കര സ്നേഹത്തിലാ. സത്യം. സംശയം ഉണ്ടെങ്കിൽ നീ തുളസിയുടെ റൂമിൽ പോയി നോക്ക്. ഇവിടെ നിന്നും പിണങ്ങിപ്പോയ തുളസി ആയിരിക്കില്ല അവിടെ. പിന്നെ പാട്ടൊക്കെ പാടി അടിപൊളി സന്തോഷത്തിലാണല്ലോ. ഒരു പുത്തൻ ടൂ വീലർ കിട്ടിയ പെണ്ണല്ലേ, സന്തോഷിക്കാതിരിക്കുന്ന എങ്ങനെയാ? അച്ഛാ, എനിക്ക് എപ്പോഴും സന്തോഷമായിട്ടിരിക്കാനാ ഇഷ്ടം. അച്ഛനായിരുന്നു ആ ടൂ വീലർ വാങ്ങി തന്നിരുന്നെങ്കിൽ ഈ സന്തോഷത്തിന് ഇരട്ടി മധുരം ഉണ്ടായേനെ. നിന്റെ അച്ഛൻ തന്നെയാ വാങ്ങി തന്നെന്ന് കൂട്ടിക്കോളൂ. ഏതായാലും നിന്റെ ആഗ്രഹം സാധിച്ചല്ലോ, അതുപോരെ? പോരാ. മക്കളുടെ കാര്യത്തിൽ, പ്രത്യേകിച്ച് പെൺമക്കളുടെ കാര്യത്തിൽ വിവാഹത്തിന് മുമ്പ് അച്ഛന്മാര് നൽകുന്ന സമ്മാനങ്ങളോട് ഒരു പ്രത്യേക ഇഷ്ടം ഉണ്ടായിരിക്കും. എല്ലാ അച്ഛന്മാരും കണക്കാ. ഇതൊന്നും ചെയ്യാതെ ഉള്ളതൊക്കെ തിരികെ വെക്കും. എന്നിട്ട് സ്വർണ്ണമായും പണമായും ഒക്കെ കെട്ടാൻ പോകുന്നവർക്ക് വേണ്ടി കൂട്ടിവെക്കും. ഇവിടെ എന്റെ കാര്യത്തിൽ അതിന്റെ ആവശ്യമില്ലല്ലോ. ആദിക്ക് സ്ത്രീധനമേ വേണ്ട. പിന്നെ എന്തിനാ അച്ഛൻ ഇതൊക്കെ സ്വരുക്കൂട്ടുന്നേ? പ്രസാദ് മാമന്റെ പോലെ വലിയ ശമ്പളം കിട്ടുന്ന ഓഫീസറൊന്നും അല്ലേ ഞാൻ. വെറും ഒരു സാധാരണ പോലീസുകാരൻ. ശമ്പളം കിട്ടുമ്പോഴേ തീരും. ഓ അയ്യേ, അപ്പോഴേക്കും സെന്റിമെന്റ്സ്. തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ കണ്ണു തന്നെയാ നിൽക്കുന്ന അച്ഛൻ എങ്ങനെയാ പോലീസായത്? പോലീസായാലും പട്ടാളമായാലും ഞാനൊരു മനുഷ്യനാണ് മോളെ. ഒത്തിരി സങ്കടങ്ങള് ഉള്ളിൽ കൊണ്ട് നടക്കുന്ന ഒരു പാവം പോലീസുകാരൻ. എന്ത് സങ്കടാ ഇങ്ങനെ ഉള്ളിൽ കൊണ്ട് നടക്കാനും മാത്രം അച്ഛനുള്ളത്? ഞാൻ ഇതുവരെ അച്ഛന്റെ സങ്കടങ്ങളെ പറ്റിയൊന്നും ചോദിച്ചിട്ടില്ല. ഇനി അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ആരോടെങ്കിലും തുറന്നു പറയണം. അപ്പൊ നമ്മുടെ മനസ്സ് ഫ്രഷ് ആവും. പറ, അച്ഛന്റെ സങ്കടങ്ങൾ ഞാനൊന്ന് കേൾക്കട്ടെ. അച്ഛന്റെ സങ്കടം നീയും ആദ്യം മാത്രമാണ്. ഞങ്ങളെ പറ്റി ഓർത്ത് അച്ഛൻ എന്തിനാ സങ്കടം? അച്ഛന് സങ്കടം ഉണ്ടാക്കാനായി ഞങ്ങളൊന്നും ചെയ്തിട്ടില്ലല്ലോ. നിങ്ങളല്ല ചെയ്തത് ഞാനും പ്രിയയും ഒക്കെ. നിക്ക, അച്ഛനും അമ്മ എന്ത് ചെയ്തെന്നോ? ഒന്നുമില്ല, ഞാൻ ചുമ്മാ പറഞ്ഞേ ഉള്ളൂ. ഇല്ല, കാര്യം പറയാതെ അച്ഛനെ ഞാൻ വിടില്ല. മോളെ നീ വിട്. ഇല്ല, എനിക്കറിയണം. പലപ്പോഴായിട്ട് ഞാൻ ശ്രദ്ധിക്കുന്നതാ അച്ഛനും അമ്മയൊക്കെ എന്തോ എന്നിൽ നിന്ന് മറച്ചു പിടിച്ച് സംസാരിക്കുന്നത്.
നിങ്ങൾ എന്ത് മറച്ചു വെച്ചാലും ഞാൻ ഒരു ദിവസം അതൊക്കെ അറിയും. അറിയേണ്ടതുമാണ്. അത് നീ അറിയാൻ സമയമായിട്ടില്ല. അതറിയുമ്പോ ഇപ്പൊ നീ കാണിക്കുന്ന നിന്റെ ഈ സന്തോഷം പിന്നെ കാണാൻ ഞങ്ങൾക്ക് കഴിഞ്ഞൊന്നും വരില്ല. എനിക്കറിയാം ഇതാരാണെന്ന്. ആതിരയല്ലേ? എടുപ്പോട്ടാ ഞാനാ. എടി, ഞാൻ തമാശ പറഞ്ഞതാ. വലിയ തമാശ. ഓ, അപ്പോ അങ്ങനെയും ചില പ്രതീക്ഷകളൊക്കെ നിന്റെ മനസ്സിലുണ്ടല്ലേ? പിന്നെ പ്രതീക്ഷിക്കാൻ പറ്റൊരു ഐറ്റം. ആതിരക്കാമുകി എവിടെ പോയി? കണ്ടില്ലല്ലോ. ആര് ചോദിക്കാനാ? ഇടയ്ക്കിടയ്ക്ക് ഇറങ്ങി പോകുന്നു, തോന്നുമ്പോ കയറി വരികയും ചെയ്യുന്നു. എന്തെങ്കിലും ഒരു വയ്യാവേലി ഒപ്പിക്കാനായിരിക്കും. ഞാനിന്ന് അച്ഛനെ കുറിച്ച് വിഷമിപ്പിച്ചു. എന്തിന്? 2 വീലർ വാങ്ങിത്തരാൻ അച്ഛനെ കൊണ്ടായില്ലല്ലോ എന്ന് വെറുതെ ഞാനൊരു തമാശക്ക് പറഞ്ഞതാ. അത് അച്ഛനെ നന്നായിട്ട് വിഷമിപ്പിച്ചു. അതേ തുടർന്നുള്ള സംസാരത്തില് അച്ഛനും അമ്മയും എന്തോ നമ്മളിൽ നിന്ന് മറച്ചു വെക്കുന്നുണ്ടോ എന്നൊരു സംശയം എനിക്കുണ്ടായി. ഗുഡ് മോർണിംഗ് അസ്ന. ഗുഡ് മോർണിംഗ്. പുതിയ സ്കൂട്ടറൊക്കെ ആയിട്ട് ഒരേ പൊളിയാണല്ലോടി. സൂപ്പർ അല്ലേ? സൂപ്പറാ. എന്റെ കൊറേ നാളത്തെ ആഗ്രഹമായിരുന്നു ഒരു പുതിയ 2 വീലർ. അതിപ്പോ സാധിച്ചു. ഇനി ഇതിൽ എവിടെ വേണമെങ്കിലും ചുറ്റടിക്കാലോ. കേരടി, നമുക്ക് റൈഡിന് പോകാൻ വരട്ടെ. അതിനു മുൻപ് ഞാൻ ചില കാര്യങ്ങൾ ചോദിക്കട്ടെ. എന്ത്? മാമന് നിന്നോട് നല്ല സ്നേഹമാണല്ലേ? അത് പിന്നെ പറയാനുണ്ടോ? മാമന് ഞാനെന്ന് വെച്ച ജീവനാ. ചില നേരത്തെ മാമന്റെ സ്നേഹം കാണുമ്പോ മാമൻ ആദ്യേക്കാൾ കൂടുതൽ സ്നേഹം എന്നോടാണെന്ന് തോന്നിപ്പോവും. നിന്റെ മാമന് പെൺമക്കളില്ലല്ലോ, അതുകൊണ്ടാവും നിന്നോട് പ്രത്യേക സ്നേഹം. ആയിരിക്കാം. മാമ സ്നേഹിക്കുന്നത് പോലെ തന്നെ എനിക്ക് മാമനോട് നല്ല സ്നേഹ. ശരിക്കും മാമനെ മാമനായിട്ടല്ല ഞാൻ കാണുന്നേ, എന്റെ അച്ഛന്റെ സ്ഥാനത്താ. കഴിഞ്ഞ ദിവസേ എന്റെ സ്കൂട്ടർ സ്റ്റാർട്ട് ആവാതെ റോഡിൽ നിൽക്കുമായിരുന്നു. അത് കണ്ടോണ്ട് വന്ന മാമൻ ഞാൻ പോലും അറിയാതെ സർപ്രൈസ് ആയിട്ട് തന്ന ഗിഫ്റ്റ് ആയത്. പുതിയ ഒരെണ്ണം വാങ്ങണമെന്ന് മനസ്സിൽ ചിന്തിച്ചു തീർന്നില്ല. അപ്പോഴേക്കും അലാവുദ്ദീന്റെ അത്ഭുത വിളക്ക് പോലെ ഡ്യൂ ദേ നിൽക്കുന്നു മുന്നിലൊരു സ്കൂട്ടർ. അതൊക്കെ പോട്ടെ, നീയും ദുർഗാമ്മയും ഭീകര ശത്രുക്കളായിരുന്നല്ലോ. പിന്നെ എന്തിനാ നീ ആ ദുർഗാമ്മയെ കൊണ്ട് തന്നെ സ്കൂട്ടറിന്റെ ഉദ്ഘാടനം ചെയ്യിച്ചേ? അതൊക്കെ തുളസിയുടെ ബ്രില്യൻസ് അല്ലേ? എന്ത് ബ്രില്യൻസ്? നീ തെളിച്ചു പറ. ഞാനേ എന്റെ ട്രാക്ക് ഒന്ന് മാറ്റാന്ന് വിചാരിച്ചു. ഇങ്ങനെ എന്നും ദുർഗാമ്മയുടെ ഉടക്കിന് പോകാൻ നിന്നു കഴിഞ്ഞാൽ അതെനിക്ക് ഭാവിയിലെ ദോഷമായിട്ട് മാറും. എന്റെ ആദ്യം എനിക്ക് കിട്ടാത്ത അവസ്ഥ ഉണ്ടാവും. അത് മനസ്സിലാക്കിയിട്ടാ ആദ്യം എന്നെ ഉപദേശിച്ചത് ദുർഗാമ്മയെ സ്നേഹിക്കണമെന്ന്. സ്നേഹിക്കാൻ പറ്റിയില്ലെങ്കിലും സ്നേഹിക്കുന്ന പോലെ ഒന്ന് അഭിനയിക്കണമെന്ന്. ആലോചിച്ചപ്പോ അതൊരു നല്ല ബുദ്ധിയായിട്ട് എനിക്കും തോന്നി. അതുകൊണ്ട് ഇനി മുതൽ അങ്ങോട്ട് ദുർഗാമ്മയെ സ്നേഹിക്കാന്ന് ഞാൻ ആദ്യം വാക്കും കൊടുത്തു. ആഹാ, കൊള്ളാലോ. അതിന്റെ തുടക്കായിട്ടാ ദുർഗാമ്മയെ കൊണ്ട് ഞാൻ ഈ സ്കൂട്ടറിന്റെ ഉദ്ഘാടനം നടത്തിച്ചത്. എങ്ങനെയുണ്ട് എന്റെ ബുദ്ധി? ആ, കൊള്ളാടി. ഗുഡ് ഐഡിയ തുളസി. ഇങ്ങനെ ഓരോ നമ്പർ ഇറക്കി ഞാൻ ദുർഗാമ്മയെ ദേ ഈ കൈക്കുള്ളിലാക്കും. ആദ്യേട്ടാ, ആദ്യേട്ടാ. ഗുഡ് മോർണിംഗ് ആദ്യേട്ടാ. നീ എന്തിനാ കോഫി ഉണ്ടോന്ന്? രാവിലെ എഴുന്നേറ്റാ കോഫി ആദ്യേട്ടന് നിർബന്ധല്ലേ, അതാ ഞാൻ കൊണ്ടുവന്നത്. എന്റെ ഇഷ്ടങ്ങൾ നോക്കാനേ ഇവിടെ വേറെ ആൾക്കാരുണ്ട്. നീ ഇവിടുന്ന് പോ. ആദ്യേട്ടന് എന്തിനാ എന്നോട് ദേഷ്യം പിടിക്കുന്നത്? ഞാൻ എന്ത് തെറ്റാ ചെയ്തേ? ഓ, ഒരു തെറ്റും ചെയ്യാത്ത പുണ്യവതി. നീ വീട്ടിൽ വന്ന് കയറി അന്ന് തുടങ്ങിയ പ്രശ്നങ്ങളാ. അതും പോരാഞ്ഞിട്ട് ഇല്ലാത്ത ഫോട്ടോ എടുത്ത് നാട്ടുകാരെ മൊത്തം പ്രദർശിപ്പിക്കുകയും ചെയ്തു. എന്നെ എന്റെ വീട്ടുകാരെ നാണം കെടുത്തി. അതൊക്കെ എനിക്ക് ആദ്യേട്ടനോടുള്ള ഇഷ്ടം കൊണ്ടല്ലേ. ഇഷ്ടം മിണ്ടരുത് നീ. ഒരാളെ മാനസികമായിട്ട് തകർത്തിട്ടാണോടി ഇഷ്ടം കാണിക്കുന്നത്? എന്ത് വൃത്തിയായിട്ടും കാണിച്ചാൽ നീ അങ്ങ് ജയിക്കുമെന്ന് വിചാരിച്ചോ? ആദ്യേട്ടൻ എന്റെ മനസ്സൊന്ന് കാണ്. ഞാൻ എന്തുമാത്രം സങ്കടപ്പെടുന്നുണ്ടെന്നാ അപ്പൊ മനസ്സിലാവും. നിന്റെ മനസ്സ് കാണാൻ വേണ്ടി നീ പലരെയും കൂടെ കൂട്ടി നടക്കുന്നുണ്ടല്ലോ. അവര് കണ്ടോളൂ നിന്റെ മനസ്സ്.
അങ്ങനെ പലരും ഉണ്ട്. എന്നെ സ്നേഹിക്കാനും ഇഷ്ടപ്പെടാനും ഒരുപാട് പേരുണ്ട്. പക്ഷേ എനിക്ക് വേണ്ടത് ആദ്യേട്ടനെയാ. ഞാൻ ആദ്യേട്ടനെ കണ്ട നിമിഷം മുതൽ ആഗ്രഹിച്ചു പോയി. അതിന്റെ പേരിലാണ് ഞാൻ ഇവിടെ നിൽക്കുന്ന പോലും. എത്രയൊക്കെ പ്രശ്നങ്ങളുണ്ടായിട്ടും ഞാൻ ഇവിടുന്ന് പോകുന്നില്ലെന്ന് പറഞ്ഞത് അതുകൊണ്ടാ. നിന്നെ ഇവിടനെ ഇറക്കിവിടെ അറിയാത്തോണ്ടല്ല. എന്റെ അമ്മയ്ക്ക് നിന്നോടുള്ള ഇഷ്ടം പോരാത്തതിന് അച്ഛന്റെ ബന്ധു എന്നുള്ള പരിഗണന. അതുകൊണ്ട് മാത്രോ ഞങ്ങൾ നിന്നെ ഇവിടെ ഇറക്കി വിടാത്തത്. ഇങ്ങനൊന്നും പറയല്ലേ ആദ്യേട്ടാ. ഞാനൊരു പാവമല്ലേ? എനിക്കൊരു ജീവിതമില്ലേ? എന്റെ ഡാഡി എന്തുമാത്രം എന്റെ ജീവിതത്തെ കുറിച്ച് തിങ്ക് ചെയ്യുന്നുണ്ടെന്നറിയോ? എനിക്കൊന്നും കേൾക്കാൻ താല്പര്യമില്ല. ഇനി മേലിൽ നീ റൂമിൽ കയറി പോരുത്. ആദ്യേട്ടന് അതേ കോഫി കുടിച്ചേ? വേണ്ട. നീ ഇതിൽ എന്തൊക്കെയാ ചേർത്ത് മിക്സ് ചെയ്തിരിക്കുന്ന ആർക്കറിയാം? അയ്യോ, എന്റെ ആദ്യേട്ടന് ദോഷം വരുന്ന ഒരു കാര്യവും ഞാൻ ചെയ്യില്ല. ആദ്യേട്ടൻ വെറുതെ എന്നെ തെറ്റിദ്ധരിക്കരുത്. നിന്നെ കുറിച്ച് ശരിയായ ധാരണ മാത്രമേ എനിക്കുള്ളൂ. നീ ഇവിടെ നിന്ന് പോയി തന്നാ മതി. ഞാൻ പോവാ. പക്ഷെ എനിക്കിപ്പോ ആദ്യേട്ടനും ഉണ്ടാവണം. എന്റെ സമനില തെറ്റി നിൽക്കാ ഞാൻ. നീ ഇറങ്ങി പോയില്ലെങ്കിൽ ഞാൻ എന്താ ചെയ്യാന്ന് പറയാൻ പറ്റില്ല. പോല ആദ്യേട്ടാ, വാതില് തുറക്ക്. ആദ്യേട്ടാ, ആദ്യേട്ടാ.